മറ്റൊന്ന് പറയട്ടെ. അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട ബഹുമാനായിട്ടുള്ള ശ്രീ രാജൻ കുരുക്കൾ പറഞ്ഞല്ലോ മൂത്രമൊഴിക്കാൻ സാധ്യമില്ലെന്ന്. 8 കൊല്ലം ശ്രീ കെ മുരളീധരനോട് MLA ആയപ്പോ ഒരു മൂത്രപ്പുരയെങ്കിലും കെട്ടിയാൽ നിങ്ങൾക്ക് സാധിച്ചോ? ഞാൻ ചോദിക്കുക. ഇപ്പൊ ഞാനാണല്ലോ MLA. നിങ്ങൾ നോക്കിക്കോ, വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഈ പറയുന്ന റെസ്റ്റ് റൂം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വരും. നിങ്ങൾ കാത്തിരുന്നോ? ഇവിടെ ഭരിക്കുന്നത് LDF ആയതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും. ഈ ടൈം തീരുമ്പോ തന്നെ വരുന്നതാണോ? ഈ ടൈം തീരുന്നതിന് വരും. എന്നിട്ട് എല്ലാവർക്കും വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, കേശവദാസപുരം ജംഗ്ഷനിൽ ഈ പറയുന്ന ശങ്ക തീർക്കാനുള്ള സ്ഥലം ഞങ്ങൾ നിർമ്മിച്ചു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ഈ പറയുന്ന ശങ്ക തീർക്കാനുള്ള സ്ഥലം ഞങ്ങൾ നിർമ്മിച്ചു. അപ്പൊ മുരളീധരൻ ഉപേക്ഷിച്ചു പോയ വട്ടിയൂർക്കാവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ LDF ഗവൺമെന്റിന്റെ പ്രതിനിധി വരേണ്ടി വന്നു. അത് വഴിയേ അറിഞ്ഞോളൂ. ഇവിടെ 5 വർഷം MLA ആയി ഇരുന്ന ഒരാൾ പറയുകയാണ്, ഞാൻ ഈ വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു ശൗചാലയം ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ടാവും, റെസ്റ്റ് റൂമും സംവിധാനം ഒരുക്കാനുള്ള കാര്യം ഈ ജംഗ്ഷനിൽ വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത്ര ബാലിഷമായി. ഇതിലും പേര് അപ്പൊ തന്നെ രാജിവെച്ചിട്ട് കളഞ്ഞിട്ട് പോകുന്നുള്ള മാനസികാവസ്ഥയിലാണ്. ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ, റെസ്റ്റ് റൂം ഉണ്ടാക്കി കൊടുക്കാൻ 5 വർഷത്തിലേറെ കാലം മേയറായിരുന്ന ഒരാൾ, പിന്നെ MLA ആയിരുന്ന ഒരാൾ ഇതുവരെ സാധിച്ചില്ല എന്നും ഇനി 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കി തരുമെന്ന് പറയുന്നവരാണ് ഞങ്ങളിവിടെ ഹൈടെക് സിറ്റി ഉണ്ടാക്കും 3 വർഷം കൊണ്ടെന്ന് പറയുന്നത്. ഞങ്ങളിവിടെ ഡിജിറ്റൽ എക്കോസിസ്റ്റം ഉണ്ടാകും 3 വർഷം എന്ന് പറയുന്നത്. അത്